ഹലോ കൂട്ടുകാരെ, എൻ്റെ പേര് പരമേശ്വരൻ. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് +1 ഫിസിക്സിലെ 4ാമത്തെ ചാപ്റ്ററായ മോഷൻ ഇൻ എ പ്ലെയിൻ എന്ന് പറയുന്ന ചാപ്റ്ററിലെ ഏറ്റവും ലാസ്റ്റ് ആൻഡ് 8th സെഷനാണ്. ഞാൻ ഈ ചാപ്റ്റർ തുടങ്ങുമ്പോൾ തന്നെ ആദ്യമേ പറഞ്ഞായിരുന്നു, ഈ ചാപ്റ്റർ നമ്മൾ 3 സെക്ഷനായിട്ടായിരിക്കും പഠിക്കുന്നത്. ആദ്യം വെക്ടേഴ്സ് എന്താണെന്നുള്ളത്. അപ്പോൾ കഴിഞ്ഞ ചാപ്റ്റർ മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ എന്ന് പറയുന്ന ചാപ്റ്ററിൽ വെക്ടേഴ്സ് പഠിക്കേണ്ട ആവശ്യമില്ലായിരുന്നു. കാരണം മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ എന്ന് പറയുമ്പോൾ ഒരൊറ്റ ലൈനിൽ വരുന്ന മോഷനാണ്. ഒന്നെങ്കിൽ ആ ഒബ്ജക്റ്റ് നേരെ പോകും, അല്ലെങ്കിൽ നേരെ ഓപ്പോസിറ്റ് പോകും. അപ്പം നേരെ പോകുന്നത് പോസിറ്റീവ് എടുത്തു കഴിഞ്ഞാൽ നേരെ ഓപ്പോസിറ്റ് വരുന്നത് നെഗറ്റീവായി എടുത്ത് നമുക്ക് പ്രോബ്ലംസ് എല്ലാം ചെയ്യാൻ പറ്റുമായിരുന്നു. അപ്പോൾ അവിടെ വെക്ടേഴ്സിൻ്റെ കൺസെപ്റ്റിന് ആവശ്യമില്ല. പക്ഷേ മൾട്ടി ഡയമെൻഷണൽ മോഷൻ ആയാൽ, അതായത് ലെറ്റ്സ് സേ ഈ ഒരു ബോർഡ് ഒരു ഫുട്ബോൾ ഗ്രൗണ്ട് ആണെന്ന് കരുതുക, അതിൽ പോകുന്ന മോഷൻ ആണെന്ന് വിചാരിച്ചോളാം. അപ്പോൾ ഒന്നിൽ കൂടുതൽ ഡയമെൻഷൻ ഉണ്ട്, ഒരു വൈ ആക്സിസ് ഉണ്ട്, ഒരു എക്സ് ആക്സിസ് ഉണ്ട്. അപ്പോൾ 2 ആക്സിസ് കൊണ്ടായിരിക്കും നമ്മൾ ആ മോഷനെ ഡിഫൈൻ ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ വെക്ടേഴ്സിൻ്റെ ആവശ്യമുണ്ട് അത് പഠിക്കാൻ. കാരണം പല ഡയറക്ഷനിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വെക്ടേഴ്സ് വെച്ചേ നമുക്കത് ചെയ്യാൻ പറ്റും. അപ്പോൾ വെക്ടേഴ്സ് പഠിച്ചു. അതിനുശേഷം രണ്ടാമത്തെ പാർട്ടിൽ നമ്മൾ വെക്ടേഴ്സ് വെച്ച് 2 ഡയമെൻഷണൽ മോഷൻ എങ്ങനെ ചെയ്യാം എന്നുള്ളത് നമ്മൾ നോക്കിയായിരുന്നു. അതിൻ്റെ ഒരു സ്പെഷ്യൽ കേസായിരുന്നു പ്രൊജക്ടൈൽ മോഷൻ എന്ന് പറഞ്ഞാൽ. അപ്പോൾ കഴിഞ്ഞ 7 സെഷനായിട്ട് ഈ വെക്ടേഴ്സ് വെച്ച് എങ്ങനെ 2 ഡയമെൻഷണൽ മോഷൻ ചെയ്യാം എന്നുള്ള കേസുമായിരുന്നു നമ്മൾ പഠിച്ചത്. ഇന്ന് പഠിക്കാൻ പോകുന്നത് യൂണിഫോം സർക്കുലർ മോഷൻ എന്ന് പറഞ്ഞാൽ മറ്റൊരു വെറൈറ്റി ഓഫ് 2 ഡയമെൻഷണൽ മോഷനാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഈ സെഷൻ കാണാൻ വേണ്ടി ആ സെഷൻ കാണാമെന്ന് നിർബന്ധമൊന്നുമില്ല. പക്ഷേ അത് കണ്ടിട്ട് വന്ന് ഇത് കാണുന്നതായിരിക്കും ഒരു ഫ്ലോയിന് നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാവാൻ വേണ്ടിയിട്ട് നല്ലത്. അപ്പോൾ ആ സെഷനെല്ലാം ഇവിടെ കാർഡ്സിൽ ഉണ്ടാവും, അല്ലെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ പോയാൽ നിങ്ങൾക്ക് അവയുടെ എല്ലാം ലിങ്ക്സ് കിട്ടുന്നതായിരിക്കും. അപ്പോൾ അത് കാണാത്തവർ ദയവേത് അത് കണ്ടിട്ട് വരിക. ഇന്ന് നമ്മൾ യൂണിഫോം സർക്കുലർ മോഷനാണ് പഠിക്കാൻ പോകുന്നത്. സർക്കുലർ മോഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സർക്കിളിൽ കൂടെ പോകുന്ന ആ ഒരു ഒബ്ജക്റ്റിൻ്റെ മോഷൻ, അതിനെക്കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ സെഷൻ തുടങ്ങുന്നതിന് മുന്നേ ഞാൻ റിക്വസ്റ്റ് ചെയ്തോട്ടെ, ഫിസിക്സ് പഠിക്കുമ്പോൾ നിങ്ങളെല്ലാവരും മനസ്സിലാക്കി പഠിക്കാൻ ശ്രമിക്കുക. മനസ്സിലാക്കി പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ എളുപ്പത്തോടെയും ഇഷ്ടത്തോടെയും ഈ സബ്ജക്റ്റ് പഠിക്കാൻ പറ്റും. ആൻഡ് അങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് ഏത് എക്സാമിനും മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ബേസിക്സും കൺസെപ്റ്റ്സും മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് വലിയ എക്സാം ആണെങ്കിലും കുഞ്ഞ് എക്സാം ആണെങ്കിലും നിങ്ങൾക്ക് ഈസി ആയിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അതല്ല എന്നുണ്ടെങ്കിൽ അയ്യോ പഠിക്കണമല്ലോ എന്ന് പറയും, ബേർഡൻ ആയിട്ടായിരിക്കും നിങ്ങൾ പഠിക്കുന്നതും മാർക്ക് സ്കോർ ചെയ്യാൻ അത്രയും ഡിഫിക്കൽട്ട് തന്നെയായിരിക്കും. അപ്പോൾ ഞാൻ വളരെ സിമ്പിളായും മനസ്സിലാവുന്ന രീതിയിലും ഞാൻ പറഞ്ഞുതരാൻ ശ്രമിക്കാം. പക്ഷേ നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ദയവേത് അത് കമൻസിൽ എഴുതുക. ഞാൻ നിങ്ങളുടെ കമൻസ് വായിക്കുന്നതായിരിക്കും. അതിൻ്റെ ഉത്തരം, നിങ്ങളുടെ ചോദ്യങ്ങളുടെ ഉത്തരം ഞാൻ പറയാൻ ശ്രമിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് സെഷനിലോട്ട് പോകാം. അപ്പോൾ ഇന്ന് നമ്മൾ യൂണിഫോം സർക്കുലർ മോഷനാണ് പഠിക്കാൻ പോകുന്നത്. ഒരിക്കൽ കൂടി, ഒരു സർക്കുലർ പാത്തിൽ പോകുന്ന ഒരു ഒബ്ജക്റ്റ്, ഒരു ഉരുണ്ട പാത്തിൽ കൂടെ പോകുന്ന ഒരു ഒബ്ജക്റ്റിൻ്റെ അല്ലെങ്കിൽ ഒരു വസ്തുവിൻ്റെ മോഷനാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. എന്താണ് സർക്കുലർ മോഷൻ? നമുക്ക് ആദ്യം ഡിഫൈൻ ചെയ്യാം. ഇഫ് എ പാർട്ടിക്കിൾ മൂവ്സ് അലോങ് എ സർക്കുലർ പാത്ത് വിത്ത് കോൺസ്റ്റന്റ് സ്പീഡ്. ഓക്കെ, നമ്മൾ ഈ പറഞ്ഞത് യൂണിഫോം സർക്കുലർ മോഷനാണ്. അപ്പോൾ വെറും സർക്കുലർ മോഷൻ എന്നല്ല നമ്മൾ പറഞ്ഞത്, പകരം യൂണിഫോം സർക്കുലർ മോഷൻ എന്നാണ് പറഞ്ഞത്. അപ്പോൾ യൂണിഫോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സർക്കുലർ പാത്തിൽ കൂടെ ആയിരിക്കണം അത് പോകുന്നത്. ലെറ്റ്സ് ഈ വരച്ചേക്കുന്ന ബ്ലൂവിൽ വരച്ചേക്കുന്ന പാത്താണെന്ന് വിചാരിക്കുക. ഈ പാത്തിൽ കൂടെ ഒരു ഉറുമ്പ് നടന്നു പോകാണെന്ന് വിചാരിക്കുക. അല്ലെങ്കിൽ വേറൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു കയറ് കെട്ടിയിട്ട്, നിങ്ങൾ കൊച്ചുകുട്ടിയൊക്കെ ആയിരിക്കുമ്പോൾ നിങ്ങളിത് പലപ്പോഴും നിങ്ങൾ ചെയ്ത് കാണും. ഒരു കയറെടുത്ത് ഒരു കല്ലിൽ കെട്ടിയിട്ട് ആ കല്ലിനെ കറക്കുക. അപ്പോൾ ആ കല്ല് പോകുന്നത് ഒരു സർക്കുലർ പാത്തിലാണ്. വേറൊരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഹെലികോപ്റ്റർ ഉണ്ട്. ആ ഹെലികോപ്റ്ററിൻ്റെ ബ്ലേഡിൻ്റെ ടിപ്പ് പോകുന്നത് ഒരു യൂണിഫോം സർക്കുലർ പാത്താണ്. അപ്പോൾ സർക്കുലർ പാത്തിൽ പോകണം. എങ്ങനെയായിരിക്കണം പോകേണ്ടത്? അവയ്ക്ക് ഒരു കോൺസ്റ്റന്റ് സ്പീഡ് ആയിരിക്കണം. ആ പോകുന്നത് കോൺസ്റ്റന്റ് സ്പീഡ് ആയിരിക്കണം. എന്താ കോൺസ്റ്റന്റ് സ്പീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? കവേഴ്സ് ഈക്വൽ ഡിസ്റ്റൻസ് ഓൺ ദ സർക്കംഫറൻസ് ഓഫ് ദ സർക്കിൾ ഇൻ ഈക്വൽ ഇന്റർവെൽസ് ഓഫ് ടൈം. ഈ പോകുന്ന നീളം, അതായത് ഞാൻ ഇവിടെ മുതൽ ലെറ്റ്സ് സേ ഞാൻ പറയുവാണ്, ഈ എ മുതൽ ബി വരെ ഒരു ഒബ്ജക്റ്റ് പോയി എന്ന് വിചാരിക്കാം. ലെറ്റ്സ് സേ 2 സെക്കൻഡ് കൊണ്ടാണ് പോയത് എന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പോൾ ആദ്യത്തെ 1 സെക്കൻഡിൽ എ ബിന്റെ പകുതി ദൂരമായിരിക്കണം പോകുന്നത്. പിന്നെ വീണ്ടും പകുതി ദൂരം പോകണം. അങ്ങനെ ഗിവൺ ഇന്റർവൽ ഓഫ് ടൈമിൽ ഓരോ സെക്കൻഡിലും അല്ലെങ്കിൽ ഓരോ ഗിവൺ ടൈമിലും ഈക്വൽ ഡിസ്റ്റൻസ് കവർ ചെയ്ത് പോകുമ്പോഴാണ് അതിന് നമ്മൾ യൂണിഫോം സർക്കുലർ മോഷൻ എന്ന് പറയുന്നത്. അങ്ങനെയുള്ള യൂണിഫോം സർക്കുലർ മോഷന്റെ ബേസിക്സ് ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഒരിക്കൽ കൂടി ഈ സർക്കുലർ മോഷനെ കുറിച്ച് നമ്മൾ വളരെ ഡീറ്റെയിൽഡ് ആയി ചാപ്റ്റർ നമ്പർ എനിക്ക് തോന്നുന്നു 7 or 8 ആണെന്ന് തോന്നുന്നു. 7ൽ നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നുണ്ട്. ഇവിടെ ഈ യൂണിഫോം സർക്കുലർ മോഷന്റെ ബേസിക്സ് ആയിരിക്കും നമ്മൾ കവർ ചെയ്യുന്നത്. അപ്പോൾ അത് പഠിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പല ടെർമിനോളജീസ് പഠിക്കേണ്ടിയിരിക്കുന്നു. സ്പെസിഫിക്കലി നമ്മൾ പറയുകയാണെങ്കിൽ ഈ ചാപ്റ്ററിൽ നമ്മൾ 6 ഡിഫറെന്റ് ടെർമിനോളജിയാണ് പഠിക്കാൻ പോകുന്നത്. എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യം ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ്. എന്താണ് തീറ്റ? ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, നമ്മൾ പോകുന്ന ദൂരത്തിനെ വെക്ടറൈസ്ഡ് ഫോമിൽ പറയുന്നതാണ് ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത്. ലെറ്റ്സ് സേ ഞാൻ പറയുന്നത് ഇവിടെ മുതൽ ഇവിടെ വരെ ഞാൻ പോയി, എ മുതൽ ബി വരെ പോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ എ മുതൽ ബി വരെയുള്ള ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസിനെയാണ് നമ്മൾ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞത്. ഇത് നമ്മൾ ചാപ്റ്റർ നമ്പർ 1ൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചായിരുന്നു. ഒരിക്കൽ കൂടി കാണാത്തവർ കാണണം എന്നുണ്ടെങ്കിൽ എൻ്റെ യൂട്യൂബ് ചാനലിൽ പോയാൽ മതി, അല്ലെങ്കിൽ ഞാൻ ഇവിടെ കാർഡ്സിൽ കൊടുക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ എന്താണ് ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ്? അത് നമ്മൾ വെറുതെ ഡിസ്പ്ലേസ്മെന്റ് ആണ് പറഞ്ഞത്. ഇവിടെ ആംഗുലാർ
ഡിസ്പ്ലേസ്മെന്റ് ആണ് പറയാൻ പോകുന്നത്. അത് തീറ്റ കൊണ്ടായിരിക്കും പറയുന്നത്. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആംഗിൾ സ്വെപ്റ്റ് ഓവർ ദ റേഡിയസ് വെക്ടർ ഇൻ ഗിവൺ ടൈം. ഞാൻ ഇത് മുതൽ ഇതുവരെ പോയി എന്ന് ആദ്യം പറഞ്ഞു. എ മുതൽ ബി വരെ പോയി, ഒരു ഉറുമ്പ് പോയി എന്ന് വിചാരിക്കുക. ഒരു ഉറുമ്പ് നടന്നു പോവാണ്, എ മുതൽ ബി വരെ ഒരു സർക്കുലർ പാത്തിൽ പോവുകയാണ്. ആ സർക്കിളിന്റെ റേഡിയസ് ഞാൻ വരയ്ക്കുവാണ്. എയിൽ തുടങ്ങിയപ്പോൾ ആ ഉറുമ്പും സെൻറ്ററുമായിട്ടുള്ള ഒരു വെക്ടർ ഞാൻ വരച്ചു, OA എന്ന് പറഞ്ഞ വെക്ടർ. അത് റേഡിയസ് ആണ്, 6 ആണ്. അതേപോലെ ആ ഉറുമ്പ് ബിയിൽ പോയി എത്തിയപ്പോൾ ആ OB ഞാൻ വരച്ചു, അതും റേഡിയസ് തന്നെയാണ്, അതും 6 വെക്ടർ തന്നെ ആയിരിക്കും. അപ്പോൾ ഈ റേഡിയസ് വെക്ടർ എത്ര ആംഗിൾ കവർ ചെയ്തു, അതിനെയാണ് നമ്മൾ തീറ്റ അല്ലെങ്കിൽ ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത്. വളരെ സിമ്പിൾ ആണ്, എത്ര ആംഗിൾ പോയി എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ നേരത്തെ നമ്മൾ ഡിസ്റ്റൻസ് ആണ്, ഡിസ്പ്ലേസ്മെന്റ് ആണ് പറഞ്ഞത്, എത്ര മീറ്റർ പോയി എന്നാണ് പറഞ്ഞതെന്നുണ്ടെങ്കിൽ ഇവിടെ എത്ര ഡിഗ്രി പോയി അല്ലെങ്കിൽ എത്ര റേഡിയൻസ് പോയി എന്നായിരിക്കും നമ്മൾ പറയുന്നത്. ഓക്കെ, ഇത് ആംഗിളിന്റെ മെഷർമെന്റ് ആണ്, നേരത്തെ ലെങ്ത്തിന്റെ മെഷർമെന്റ് ആയിരുന്നു പറഞ്ഞത്. ഒരിക്കൽ കൂടി ഞാൻ എപ്പോഴും പറഞ്ഞു തന്നിട്ടുണ്ട്, നിങ്ങളൊരു ഫിസിക്കൽ ക്വാണ്ടിറ്റി പറയുവാണെന്നുണ്ടെങ്കിൽ ആ ഫിസിക്കൽ ക്വാണ്ടിറ്റിയുടെ കൂടെ തന്നെ 5 കാര്യങ്ങൾ നിങ്ങൾ എപ്പോഴും പറയണം. ആദ്യം അതിന്റെ ഡെഫിനേഷൻ പറയണം. അപ്പോൾ നമ്മൾ ഈ ഫിസിക്കൽ ക്വാണ്ടിറ്റി പറഞ്ഞു ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ്. ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ് ഡെഫിനേഷൻ ആണ് നമ്മൾ പറഞ്ഞത്, ആംഗിൾ സ്വെപ്റ്റ് ഓവർ ബൈ ദ റേഡിയസ് വെക്ടർ ഇൻ എ ഗിവൺ ടൈം എന്ന് നമ്മൾ ഡെഫിനേഷൻ പറഞ്ഞു. അതിനുശേഷം അതിന് എന്തെങ്കിലും എക്സ്പ്രഷൻ ഉണ്ടെങ്കിൽ ആ എക്സ്പ്രഷൻ പറയുക. ഓക്കെ, ഇവിടെ ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ് എക്സ്പ്രഷൻ ഒന്നുമില്ല, വളരെ സ്ട്രൈറ്റ് ഫോർവേഡ് ഉള്ള ഒരു ക്വാണ്ടിറ്റി ആണ്, അതുകൊണ്ട് എക്സ്പ്രഷൻ ഒന്നുമില്ല. മൂന്നാമത് അതിന്റെ യൂണിറ്റ് എന്താണെന്ന് പറയുക. അപ്പോൾ ഇവിടെ യൂണിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റേഡിയൻസ് ആയിരിക്കും അല്ലെങ്കിൽ ഡിഗ്രി ആയിരിക്കും. ഓക്കെ, അപ്പോൾ അത് പറഞ്ഞു കഴിഞ്ഞു. പിന്നെ യൂണിറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഡയമെൻഷൻ പറയുക. ഓക്കെ, ഡയമെൻഷൻ എപ്പോഴും നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ചാപ്റ്റർ നമ്പർ 2-ൽ നമ്മൾ പറഞ്ഞായിരുന്നു യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ്സ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ ഈ ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ് അല്ലെങ്കിൽ ആംഗിളിന് നമുക്ക് ഡയമെൻഷൻ ഒന്നും ഇല്ല, അതൊരു ഡയമെൻഷൻലെസ് ക്വാണ്ടിറ്റി ആണ്. അപ്പോൾ ഇതിന് ഡയമെൻഷൻ ഇല്ല. ആൻഡ് ലാസ്റ്റ് അത് സ്കേലർ ആണോ വെക്ടർ ആണോ എന്ന് പറയണം. ആംഗിൾ എപ്പോഴും ഒരു സ്കേലാർ ക്വാണ്ടിറ്റി ആയിരിക്കണം. അപ്പോൾ ആദ്യം ഡെഫിനേഷൻ എന്താ പറഞ്ഞത്, ആംഗിൾ സ്വെപ്റ്റ് ഓവർ ബൈ ദ റേഡിയസ് വെക്ടർ ഇൻ ഗിവൺ ടൈം. രണ്ടാമത് എക്സ്പ്രഷൻ ഒന്നുമില്ല. മൂന്നാമത് യൂണിറ്റ് റേഡിയൻ ആവാം അല്ലെങ്കിൽ ഡിഗ്രി ആവാം, രണ്ട് പറഞ്ഞാലും സെയിം തന്നെയാണ്. SI യൂണിറ്റ് എന്ന് പറയുന്നത് റേഡിയൻ ആണ്. നാലാമത് ഡയമെൻഷൻ ഒന്നുമില്ല. ആൻഡ് സ്കേലർ ആണോ വെക്ടർ ആണെന്ന് പറഞ്ഞാൽ സ്കേലർ ആണ് എന്ന് പറയണം. അപ്പോൾ ഈ 5 കാര്യങ്ങൾ പറഞ്ഞു. നെക്സ്റ്റ് നമുക്ക് ആംഗുലാർ വെലോസിറ്റി, രണ്ടാമത്തെ ടെർമിനോളജി ആണ് ആംഗുലാർ വെലോസിറ്റി. അപ്പോൾ ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ് പറഞ്ഞു, ആംഗുലാർ വെലോസിറ്റി ആണ് അടുത്ത ചോദ്യം. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഡിസ്പ്ലേസ്മെന്റ് നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു, A മുതൽ B വരെ പോകുന്ന ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ആ ലെങ്തിനെയാണ് നമ്മൾ ഡിസ്പ്ലേസ്മെന്റ്, ഷോർട്ടസ്റ്റ് ലെങ്തിനാണ് നമ്മൾ ഡിസ്പ്ലേസ്മെന്റ് പറഞ്ഞു. എന്നിട്ട് വെലോസിറ്റി എന്ന് പറഞ്ഞ ടേം എന്ന് പറയുന്നത് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഡിസ്പ്ലേസ്മെന്റ് ആണ് എന്ന് നമ്മൾ ചാപ്റ്റർ നമ്പർ 3-ൽ പഠിച്ചായിരുന്നു, കഴിഞ്ഞ ചാപ്റ്ററിൽ. അത് ലീനിയർ വെലോസിറ്റി ആണ്. അല്ലെങ്കിൽ വെറുതെ ഡിസ്പ്ലേസ്മെന്റ് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെയുള്ള വെലോസിറ്റി പറയുമ്പോൾ നമ്മൾ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഡിസ്പ്ലേസ്മെന്റ് ആണ് വെലോസിറ്റി എന്ന് പറഞ്ഞു. അപ്പോൾ ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ് പറഞ്ഞിട്ട് ആംഗുലാർ വെലോസിറ്റി പറയണമെന്നുണ്ടെങ്കിൽ ഇതേപോലെ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ് ആയിരിക്കും ആംഗുലാർ വെലോസിറ്റി. അത് തന്നെയാണ് നമ്മൾ എഴുതിയിട്ടുള്ളത്, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ ഇഫ് ഡെൽറ്റ തീറ്റ ഈസ് ദ ചേഞ്ച് ഇൻ ആംഗിൾ, ഡെൽറ്റ തീറ്റയാണ് ആംഗിൾ ചേഞ്ച് ചെയ്തെന്ന് വിചാരിക്കുക. ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ ഉറുമ്പ് A മുതൽ B വരെ പോകുമ്പോൾ ഡെൽറ്റ തീറ്റയാണ് അത് കവർ ചെയ്ത ആംഗിൾ എന്ന് വിചാരിക്കുക. ഡെൽറ്റ തീറ്റ എന്ന് എഴുതാൻ കാരണം ചേഞ്ച് ഇൻ ആംഗിൾ എന്നുള്ള ഒരു ഇതേ പറയുന്നുള്ളൂ. അപ്പോൾ അത്രയും മാറി ആംഗിൾ. ഓക്കെ, ആൻഡ് ഡെൽറ്റ T ഈസ് ദ ചേഞ്ച് ഇൻ ടൈം, അത് പോകാൻ എടുത്ത സമയം ഡെൽറ്റ T ആണ് എന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ എനിക്ക് എന്തെഴുതാം, ഒമേഗ കൊണ്ടായിരിക്കും നമ്മൾ എപ്പോഴും ആംഗുലാർ വെലോസിറ്റി പറയുന്നത്. ഒമേഗ എന്ന ടേം എന്ന് പറയുന്നത് ഒരു ജർമ്മൻ ടേം ആണ്, ഒരു ജർമ്മൻ ആൽഫബറ്റ് ആണ്. അതുകൊണ്ടായിരിക്കും നമ്മൾ ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ് പറയുന്നത്. അത് എപ്പോഴും ലിമിറ്റ് ഡെൽറ്റ T ടെൻസ് ടു 0. ഈ ഡെൽറ്റ ടീനെ വളരെ ഒരു ചുരുങ്ങിയ സമയത്തായിട്ടായിരിക്കും നമ്മൾ നോക്കുന്നത്. ഡെൽറ്റ തീറ്റ ഡിവൈഡഡ് ബൈ ഡെൽറ്റ T എന്ന് പറഞ്ഞാൽ d തീറ്റ ഡിവൈഡഡ് ബൈ dt എന്ന് വേണമെങ്കിലും എനിക്ക് എഴുതാം. ഡിഫറൻഷ്യൽ ഫോമിൽ എഴുതണമെങ്കിൽ ഇങ്ങനെ എഴുതാം. വേറെ ഒന്നുമില്ല, നമ്മൾ എത്ര ആംഗിൾ ചേഞ്ച് ആയി എന്ന് നോക്കും, എത്ര സമയത്ത് ആ ആംഗിൾ ചേഞ്ച് ആയി എന്ന് നോക്കും. ആ സമയം എത്ര ചുരുക്ക സമയം എടുക്കാൻ പറ്റുമോ അത്രയും ചുരുക്ക സമയം എടുക്കും. അതുകൊണ്ടാണ് ഈ ഡെൽറ്റ T ടെൻസ് ടു 0, ഡെൽറ്റ T 0-നോട് അടുത്ത് നിൽക്കുന്നു എന്നാണ് അതിന്റെ ഉദ്ദേശം. അപ്പോൾ അങ്ങനെ മെഷർമെന്റ് എടുത്തു കഴിഞ്ഞാൽ എന്താണോ കിട്ടുന്നത് അതിനെയാണ് നമ്മൾ ആംഗുലാർ വെലോസിറ്റി എന്ന് പറയുന്നത്. ഒരിക്കൽ കൂടി 5 കാര്യങ്ങൾ പറയണം. ആദ്യം ഡെഫിനിഷൻ പറഞ്ഞു, എക്സ്പ്രഷൻ പറഞ്ഞു, d തീറ്റ ഡിവൈഡ് ബൈ dt അല്ലെങ്കിൽ ലിമിറ്റ് ഡെൽറ്റ T ടെൻസ് ടു 0, ഡെൽറ്റ തീറ്റ ഡിവൈഡ് ബൈ ഡെൽറ്റ T. അതിനുശേഷം നമുക്ക് യൂണിറ്റ് പറയണം. യൂണിറ്റ് എന്ന് പറയുന്നത് ഈ ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ്, ഇത് ഈ എക്സ്പ്രഷൻ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് യൂണിറ്റ് പറയാൻ പറ്റും. മുകളിൽ ഡെൽറ്റ തീറ്റയാണ്, അവിടെ റേഡിയൻ ആണ്. അപ്പോൾ മുകളിൽ റേഡിയൻ ഡിവൈഡ് ബൈ താഴെ ടൈം ആണ്, ടൈം സെക്കൻഡ്സ് ആണ്. അപ്പോൾ റേഡിയൻസ് പെർ സെക്കൻഡ് അല്ലെങ്കിൽ ഡിഗ്രി പെർ സെക്കൻഡ് എങ്ങനെ വേണോ നമുക്ക് അത് പറയാവുന്നതാണ്. പിന്നെ ഡയമെൻഷൻ ഉണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡയമെൻഷൻ ഇതിനുണ്ട്. കാരണം ഈ മുകളിലുള്ള ക്വാണ്ടിറ്റിക്ക് ഡയമെൻഷൻ ഇല്ലെങ്കിലും താഴെ പെർ സെക്കൻഡ്, അപ്പോൾ താഴെ ടൈം ആണ്. അപ്പോൾ 1/t ആയിരിക്കും ഇതിന്റെ ഡയമെൻഷൻ വരുന്നത്. ആൻഡ് ഫൈനലി സ്കേലർ ആണോ വെക്ടർ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഡെൽറ്റ തീറ്റ ഒരു സ്കേലർ ആയിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ആംഗുലാർ വെലോസിറ്റിയും ഒരു സ്കേലാർ ക്വാണ്ടിറ്റി ആണ്. ഇനി നമുക്ക് നെക്സ്റ്റ് ടെർമിനോളജിയിലോട്ട് പോകാം. തേർഡ് ടെർമിനോളജി ആണ് ടൈം പീരിയഡ്. എന്താണ് ടൈം പീരിയഡ് എന്ന് പറഞ്ഞാൽ ടൈം ടേക്കൺ ഫോർ 1 റെവല്യൂഷൻ. ഓക്കെ, ആ ഉറുമ്പ് ഇവിടെ മുതൽ ഇവിടെ വരെ പോയെന്ന് ഞാൻ പറഞ്ഞു, A മുതൽ B വരെ.
ഇനി ആ ഉറുമ്പ് അങ്ങനെ കണ്ടിന്യൂ ചെയ്യുകയാണെന്ന് വിചാരിക്കാം. എയിൽ തുടങ്ങി കറങ്ങി തിരിച്ച് എയിൽ തന്നെ ആ ഉറുമ്പ് എത്തി. അങ്ങനെ ആ ഉറുമ്പ് എത്താൻ 20 സെക്കൻഡ് എടുത്തു എന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ ആ 20 സെക്കൻഡിനാണ് നമ്മൾ ടൈം പീരിയഡ് അല്ലെങ്കിൽ ക്യാപിറ്റൽ ടി എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ടൈം പീരിയഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫുൾ റൊട്ടേഷൻ അടിച്ചു വരാൻ എത്ര സമയം എടുത്തു എന്നുള്ളതിനാണ് നമ്മൾ ടൈം പീരിയഡ് എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് ടെർമിനോളജിയിലോട്ട് പോവാം. ഫ്രീക്വൻസി. എന്താണ് ഫ്രീക്വൻസി? നമ്പർ ഓഫ് റെവല്യൂഷൻസ് ഇൻ എ സെക്കൻഡ്. ഒരു സെക്കൻഡ് കൊണ്ട് എത്ര റെവല്യൂഷൻ അതിന് പോകാൻ പറ്റും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ ഇവിടെ പറയുവാണെങ്കിൽ ഈ ഉറുമ്പ് എയിൽ തുടങ്ങി തിരിച്ച് എയിലെത്താൻ 20 സെക്കൻഡ് എടുത്തു. അപ്പോൾ ഒരു സെക്കൻഡ് കൊണ്ട് അതിന് എത്ര കവർ ചെയ്യാൻ പറ്റി? 1/20 ആയിരിക്കും കവർ ചെയ്യാൻ പറ്റുന്നു. ഒരു സെക്കൻഡ് കൊണ്ട് എത്ര ദൂരം പോകാൻ പറ്റും. വേറൊരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ മറ്റൊരു ഉറുമ്പുണ്ടായിരുന്നു, അത് ഭയങ്കര സ്പീഡിൽ പോകണമെന്ന് വിചാരിക്കാം. ഓക്കെ, 1/2 സെക്കൻഡ് കൊണ്ട് അത് ഒരു റൊട്ടേഷൻ അടിച്ചു. അപ്പോൾ ഒരു സെക്കൻഡ് എത്ര റൊട്ടേഷൻ അടിക്കാൻ പറ്റും? 2 റൊട്ടേഷൻ അടിക്കാൻ പറ്റും അല്ലെ? 1/2 സെക്കൻഡ് കൊണ്ട് ഒരു റൊട്ടേഷൻ അടിച്ചെങ്കിൽ ഒരു സെക്കൻഡ് കൊണ്ട് 2 റൊട്ടേഷൻ അതിന് അടിക്കാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ അതിന്റെ ഫ്രീക്വൻസി എന്ന് പറയുന്നത് 2 ആയിരിക്കും. അപ്പോൾ ഒരു സെക്കൻഡ് കൊണ്ട് ഒരു സാധനത്തിന് എത്ര പ്രാവശ്യം ചുറ്റി വരാൻ പറ്റുന്നു എന്നുള്ളതിനാണ് നമ്മൾ ഫ്രീക്വൻസി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ടൈം പീരിയഡും ഫ്രീക്വൻസിയും കണക്റ്റഡ് ആണ്. എങ്ങനെയാണ് കണക്റ്റഡ് ആവുന്നത്? ഞാൻ നേരത്തെ പറഞ്ഞു, 1/2 സെക്കൻഡിലാണ് ഒരു റെവല്യൂഷൻ വരുന്നതെന്നുണ്ടെങ്കിൽ ഫ്രീക്വൻസി എത്രയായിരിക്കും? ഇതിന്റെ ഇൻവേഴ്സ് ആയിരിക്കും, 1/t ആയിരിക്കും ഫ്രീക്വൻസി എന്ന് പറയുന്നത്. ഇതിനെ തിരിച്ചിടുന്നതായിരിക്കും. 1/2 സെക്കൻഡിൽ ഒരു റെവല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഒരു സെക്കൻഡിൽ 2 റെവല്യൂഷൻ ചെയ്യാൻ പറ്റും. അതേപോലെ 1/3 സെക്കൻഡിൽ, 1/3 ഭാഗം സെക്കൻഡിൽ അതിന് ഒരു റെവല്യൂഷൻ ചെയ്യാൻ പറ്റുവാണെന്നുണ്ടെങ്കിൽ ഇതിന് നേരെ ഇൻവേഴ്സ് ആയിരിക്കും ഫ്രീക്വൻസി എന്ന് പറയുന്നത്. അപ്പോൾ എപ്പോഴും ഫ്രീക്വൻസിനെ എനിക്ക് എന്ത് എഴുതാൻ പറ്റും? 1/ടൈം പീരിയഡ് എന്ന് എഴുതാൻ പറ്റും. 20 സെക്കൻഡ് ആണ് ഇതിന് എടുത്തതെന്നുണ്ടെങ്കിൽ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഉറുമ്പിന് എ മുതൽ തിരിച്ച് എ വരെ എത്താൻ 20 സെക്കൻഡ് ആണ് എടുത്തതെന്നുണ്ടെങ്കിൽ അതിന്റെ ഫ്രീക്വൻസി അതിന്റെ ഇൻവേഴ്സ് ആയിരിക്കും, 1/20 ആയിരിക്കും. അപ്പോൾ ഫ്രീക്വൻസിനെ എനിക്ക് എപ്പോഴും 1/t എന്ന് എഴുതാൻ പറ്റും. ഇനി ഒരു എക്സാമ്പിൾ കൂടെ നമുക്ക് പറയാം, ഒരു ചെറിയ എക്സ്പ്രഷൻ കൂടെ. ഞാൻ നേരത്തെ പറഞ്ഞു ഒമേഗ എന്ന് പറയുന്നത് എനിക്ക് അറിയായിരുന്നു. എന്തായിരുന്നു ഒമേഗ എന്ന് പറയുന്നത്? ഡെൽറ്റ തീറ്റ ഡിവൈഡ് ബൈ ഡെൽറ്റ ടി ആയിരുന്നു. ഡെൽറ്റ തീറ്റ ഡിവൈഡ് ബൈ ഡെൽറ്റ ടി. ഈ ഡെൽറ്റ തീറ്റേനെ ഒരു റൊട്ടേഷൻ അടിച്ചു കഴിഞ്ഞാൽ അവിടെ ഉണ്ടാകുന്ന ആംഗിൾ, ഈ സെന്ററിൽ ഉണ്ടാകുന്ന ആംഗിൾ എത്രയായിരിക്കും? 360 ഡിഗ്രി ആയിരിക്കും, അല്ലെങ്കിൽ 2π റേഡിയൻസ് ആയിരിക്കും. ഓക്കെ, ഒരു ഫുൾ റൊട്ടേഷൻ അടിക്കാൻ അതിനെടുക്കുന്ന ആംഗിൾ, അത് ചുറ്റി വരാനുള്ള ചേഞ്ച് ഇൻ ആംഗിൾ എന്ന് പറയുന്നത് 2π ആയിരിക്കും. അപ്പോൾ ഡെൽറ്റ തീറ്റയ്ക്ക് പകരം എനിക്ക് 2π എഴുതാം. ആ 2π എടുക്കാനുള്ള സമയം ഞാൻ നേരത്തെ പറഞ്ഞു 20 സെക്കൻഡിലാണ് ഇത് കറങ്ങി വരുന്നത് വിചാരിക്കാം. അപ്പോൾ അതിന്റെ സമയം എന്ന് പറയുന്നത് 20 ആണ്. അപ്പോൾ 2π ഡിവൈഡഡ് ബൈ t എന്ന് എനിക്ക് എഴുതാം, ടൈം പീരിയഡ് t. 2π ഡിവൈഡഡ് ബൈ ടി, അല്ലെങ്കിൽ 1/t-നെ എനിക്ക് f ആയി എഴുതാൻ പറ്റുന്നുണ്ടെങ്കിൽ 1/t f ആണെന്ന് എനിക്കറിയാം. അപ്പോൾ ഇതിനെ എന്ത് എഴുതാം? 2π into f എന്നും എനിക്ക് എഴുതാം. അപ്പോൾ ഒമേഗ is equal to 2π into ഫ്രീക്വൻസി എന്ന് വേണമെങ്കിലും എനിക്ക് എഴുതാം. എങ്ങനെയാണ് അത് കിട്ടിയത്? ഒമേഗ എന്ന് പറയുന്നത് ഡെൽറ്റ തീറ്റ ഡിവൈഡ് ബൈ ഡെൽറ്റ ടി ആണ്. ഒരു ഫുൾ റൊട്ടേഷൻ അടിക്കാൻ ഡെൽറ്റ തീറ്റ എന്ന് പറയുന്നത് 2π ആണ്. അതിനുള്ള ടൈം പീരീഡ് ആണ് നമ്മൾ നേരത്തെ പറഞ്ഞ മൂന്നാമത്തെ ടി എന്ന് പറയുന്നത്. അപ്പോൾ 2π/t എന്ന് എഴുതാം. 1/t എനിക്ക് ഫ്രീക്വൻസി ആണെന്ന് അറിയാം. അപ്പോൾ ഇതിനെ 2πf എന്ന് എഴുതാം. അതാണ് നമുക്ക് മൂന്നാമത്തെ ടേം. ഒരിക്കൽ കൂടി ഫ്രീക്വൻസിയുടെ യൂണിറ്റ് എന്ന് പറയുന്നത് ഇവിടെ നോക്കുക, 1/t ആണ്. അപ്പോൾ s⁻⁻1 ആയിരിക്കും ഇതിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത്. (10⁻⁻1 ആയിരിക്കും ഫ്രീക്വൻസിയുടെ യൂണിറ്റ് എന്ന് പറയുന്നത്. അതേപോലെ ഇതിന്റെ ഡയമെൻഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ t⁻⁻1 ആയിരിക്കും. അതായിരിക്കും അതിന്റെ ഡയമെൻഷൻ. ആൻഡ് സ്കെയിലർ ആണോ വെക്ടർ ആണോ എന്ന് ചോദിച്ചാൽ ഒരിക്കൽ കൂടി ടൈം എന്ന് പറയുന്നത് ഒരു സ്കെയിലർ ക്വാണ്ടിറ്റി ആണ്. അപ്പോൾ ഫ്രീക്വൻസിയും ഒരു സ്കെയിലർ ക്വാണ്ടിറ്റി ആയിരിക്കും. ഇനി നമുക്ക് നെക്സ്റ്റിലോട്ട് വരാം. റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ലീനിയർ ആൻഡ് ആംഗുലർ വെലോസിറ്റി. എങ്ങനെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞു, ഇവിടെ പറഞ്ഞിരുന്ന റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞത് വെലോസിറ്റി ആണെന്ന് നമ്മൾ പറഞ്ഞു. ആ വെലോസിറ്റിയും ഈ ആംഗുലർ വെലോസിറ്റിയും നമുക്ക് എങ്ങനെ ബന്ധിപ്പിക്കാം എന്നുള്ളത് നമുക്ക് നോക്കാം. ശ്രദ്ധിക്കാം, ഒരിക്കൽ കൂടി നമ്മൾ പരീക്ഷയ്ക്ക് ഈ ഡെറിവേഷൻ എഴുതുകയാണെന്നുണ്ടെങ്കിൽ ഇതിന് ഇൻട്രഡക്ഷൻ എഴുതുക. എങ്ങനെ നിങ്ങൾ ഇൻട്രഡക്ഷൻ എഴുതുന്നത്? കൺസിഡർ ആൻ ഓബ്ജക്ട്. ഒരു ഓബ്ജക്ട് കൺസിഡർ ചെയ്യുക വിച്ച് ഇസ് മൂവിംഗ് ഫ്രം പോയിന്റ് എയിൽ നിന്നും പോയിന്റ് ബിയിലോട്ട് പോവുകയാണ് ഇൻ എ സർക്കുലർ പാത്ത് വിത്ത് സെന്റർ ഒ. സെന്റർ ഒ ഉണ്ട്. എ മുതൽ ബി വരെ ആ സെന്റർ ഒ വെച്ച് ഒരു സർക്കുലർ പാത്തിൽ ഒരു ഒബ്ജക്റ്റ് പോവാണെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ OA ഈസ് ദ റേഡിയസ് വെക്ടർ ആൻഡ് OB ഈസ് ഓൾസോ ദ റേഡിയസ് വെക്ടർ ആൻഡ് ദ ആംഗിൾ കവേർഡ് ഈസ് ഡെൽറ്റ തീറ്റ. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ എഴുതുക ഇൻട്രൊഡക്ഷൻ ആയിട്ട്. ഓക്കെ, അതിനുശേഷം നമുക്ക് നോക്കാം നമുക്ക് ലീനിയർ വെലോസിറ്റി എന്താണെന്ന് അറിയാം. ലീനിയർ വെലോസിറ്റി എന്ന് പറയുന്നത് എപ്പോഴും ഡിസ്പ്ലേസ്മെന്റ് ഡിവൈഡ് ബൈ ടൈം ആയിരിക്കും. എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഡിസ്പ്ലേസ്മെന്റ് നോക്കാം, എ മുതൽ ബി വരെ സർക്കുലർ പാത്തായി പോയി, പക്ഷേ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് എപ്പോഴും ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ആയിരിക്കും. അതായത് ആ AB എന്ന് പറഞ്ഞ ലൈൻ ആയിരിക്കും അവിടെ ഉള്ള ഡിസ്പ്ലേസ്മെന്റ്. അപ്പോൾ എനിക്ക് ഡിസ്പ്ലേസ്മെന്റ് AB എന്ന് എഴുതാം. അതിന് പോകാനെടുത്ത സമയം ഡെൽറ്റ ടി എന്ന് ഞാൻ പറയുവാണ്. അപ്പോൾ അത് ഡെൽറ്റ ടി, AB ഡിവൈഡഡ് ബൈ ഡെൽറ്റ ടി എന്നുള്ളത് നമുക്ക് ഈ ലീനിയർ വെലോസിറ്റിനെ ഞാൻ V ആയിട്ട് പറയുവാണ്. അപ്പോൾ V is equal to AB divided by T. അങ്ങനെയാണെങ്കിൽ എനിക്ക് എന്ത് എഴുതാം? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ V into ഡെൽറ്റ ടി is equal to AB എന്ന് എഴുതാം, അല്ലെങ്കിൽ AB is equal to V into ഡെൽറ്റ ടി. ഇത് ഇക്വേഷൻ നമ്പർ 1 ആയി ഞാൻ പറയുവാണ്. ഓക്കെ, നെക്സ്റ്റ് ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ്. എപ്പോഴും നമുക്കറിയാം ഒരു സർക്കിൾ തന്നു കഴിഞ്ഞാൽ
ആ സർക്കിളിൻ്റെ ആർക്ക് ലെങ്ത് എന്ന് പറയുന്നത്, അതായത് എ ബി, ഈ പോയ എ ബിയുടെ സർക്കുലർ പാത്ത്, ആ നീളം എന്ന് പറയുന്നത് ഡെൽറ്റ തീറ്റ ഇൻറ്റു ആർ ആയിരിക്കും. ഓക്കെ, ഇത് മനസ്സിലാവാത്തവർ ഒരിക്കൽ കൂടി സെഷൻ നമ്പർ 2-ൽ ഇത് എങ്ങനെയാണ് കിട്ടുന്നത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇത് മാത്തമാറ്റിക്കൽ റിലേഷൻഷിപ്പ് ആണ്. ഒരു സർക്കിൾ തന്നു കഴിഞ്ഞാൽ ആ സർക്കിളിന്റെ റേഡിയസ് ഇൻറ്റു അതിന്റെ നടുക്കുള്ള ആംഗിൾ ആയിരിക്കും അതിന്റെ ആർക്ക് ലെങ്ത്. ഓക്കെ, അപ്പോൾ ഈ എ ബി എന്ന് പറഞ്ഞ ലെങ്ത് എന്ന് പറയുന്നത് ആർ ഇൻറ്റു ഡെൽറ്റ തീറ്റ എന്ന് എനിക്ക് എഴുതാം. അപ്പോൾ എ ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇസ് ഈക്വൽ ടു ആർ ഇൻറ്റു ഡെൽറ്റ തീറ്റ എന്ന് എനിക്ക് എഴുതാം. ഇത് ഇക്വേഷൻ നമ്പർ 2 ആണ്. അപ്പോൾ ഞാൻ ആദ്യം ലീനിയർ വെലോസിറ്റി എടുത്തു, എന്നിട്ട് ആംഗുലർ ഡിസ്പ്ലേസ്മെന്റ് എടുത്തു. രണ്ടിൽ നിന്നും ഞാൻ എ ബി എടുത്തു. അതിന് ഇക്വേഷൻ നമ്പർ 1 എന്നും ഇതിന് ഇക്വേഷൻ നമ്പർ 2 എന്നും പറഞ്ഞു. ഇനി ഇക്വേറ്റിംഗ് 1 and 2, കാരണം 1-ലും 2-ലും എ ബി ഉണ്ട്. ആ എ ബിനെ രണ്ടും ഇക്വേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് എന്ത് എഴുതാം? വി ഇൻറ്റു ഡെൽറ്റ ടി ഇസ് ഈക്വൽ ടു ആർ ഇൻറ്റു ഡെൽറ്റ തീറ്റ എന്ന് എനിക്ക് പറയാം. ഓക്കെ, അങ്ങനെ പറയുവാണെന്നുണ്ടെങ്കിൽ എനിക്ക് എന്ത് എഴുതാം? വി ഇസ് ഈക്വൽ ടു ആർ ഇൻറ്റു ഡെൽറ്റ തീറ്റ ഡിവൈഡ് ബൈ ഡെൽറ്റ ടി എന്ന് പറയാം. ഈ ഡെൽറ്റ തീറ്റ ഡിവൈഡ് ബൈ ഡെൽറ്റ ടി എന്ന് പറയുന്നത് നമുക്കറിയായിരുന്നു. എന്താണ് ഡെൽറ്റ തീറ്റ ഡിവൈഡ് ബൈ ഡെൽറ്റ ടി? ഒമേഗയാണ് ഡെൽറ്റ തീറ്റ ഡിവൈഡ് ബൈ ഡെൽറ്റ ടി. അപ്പോൾ ഇതിന് വി ഇസ് ഈക്വൽ ടു ആർ ഇൻറ്റു ഒമേഗ എന്നെനിക്ക് എഴുതാൻ പറ്റും. അപ്പോൾ ഇതെന്താണ് അർത്ഥം? എനിക്ക് റേഡിയസും ആംഗുലാർ വെലോസിറ്റിയും ഉണ്ടെങ്കിൽ എനിക്ക് അതിനുള്ള ലീനിയർ വെലോസിറ്റി കണ്ടുപിടിക്കാൻ പറ്റും. എങ്ങനെയാണ് ലീനിയർ വെലോസിറ്റി കണ്ടുപിടിക്കുന്ന? റേഡിയസ് ഇൻറ്റു ഒമേഗ അല്ലെങ്കിൽ ആംഗുലർ വെലോസിറ്റി ചെയ്താൽ മതിയായിരിക്കും. ഈ റിലേഷൻഷിപ്പ് നിങ്ങൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പാണ്. ഇനി നമുക്ക് നെക്സ്റ്റ് ടെർമിനോളജിയിലോട്ട് പോകാം. ആംഗുലാർ ആക്സിലറേഷൻ. നമ്മൾ നേരത്തെ ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റും ആംഗുലാർ വെലോസിറ്റിയും പറഞ്ഞു. ഇനി ആംഗുലാർ ആക്സിലറേഷൻ. എപ്പോഴും ലീനിയറിൽ എന്ത് പഠിച്ചോ അതേപോലെ ആയിരിക്കും ആംഗുലാറിലും വരുന്നത്. വെറുതെ ഡിസ്പ്ലേസ്മെന്റ് നമ്മൾ ആദ്യം പറഞ്ഞു. ആ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഡിസ്പ്ലേസ്മെന്റ് ആയിരുന്നു വെലോസിറ്റി എന്ന് പറഞ്ഞത്. അപ്പം വി ഈസ് ഈക്വൽ ടു റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞു. എന്നിട്ട് ഈ വെലോസിറ്റി റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആക്സിലറേഷൻ കിട്ടും. അപ്പോൾ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി ആക്സിലറേഷൻ ആയിരുന്നു. അതേപോലെ ഇവിടെയും നോക്കാം. ആദ്യം ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ് ആയിരുന്നു. ഒമേഗ ആംഗുലാർ വെലോസിറ്റി എന്ന് പറയുന്നത് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ് ആയിരുന്നു. അപ്പോൾ ആംഗുലാർ ആക്സിലറേഷൻ എന്ന് പറഞ്ഞത് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ആംഗുലാർ വെലോസിറ്റി ആയിരിക്കും. അതാണ് ആംഗുലാർ ആക്സിലറേഷൻ. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഒമേഗ അല്ലെങ്കിൽ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ആംഗുലാർ വെലോസിറ്റി ആയിരിക്കും ആൽഫ. അതിന് ആൽഫ എന്നായിരിക്കും പറയുന്നത് ആംഗുലാർ ആക്സിലറേഷൻ. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? ഒരിക്കൽ കൂടി, ലിമിറ്റ് ഡെൽറ്റ ടി ടെൻസ് ടു 0 ഒമേഗ ഡിവൈഡഡ് ബൈ ഡെൽറ്റ ടി, ഡെൽറ്റ ഒമേഗ ഡിവൈഡ് ബൈ ഡെൽറ്റ ടി. ചേഞ്ച് ഇൻ ഒമേഗ, എത്ര ചേഞ്ച് ആയ ഒമേഗ ഡിവൈഡഡ് ബൈ എത്ര ചേഞ്ച് ആയി ടി എന്നുള്ളത് എഴുതാം. അങ്ങനെയാണെങ്കിൽ അതിന് നമുക്ക് എങ്ങനെ എഴുതാം? ഡിഫറൻഷ്യൽ ഫോമിൽ എഴുതണമെങ്കിൽ ഡി ഒമേഗ ഡിവൈഡഡ് ബൈ ഡി ടി എന്ന് വേണമെങ്കിലും എനിക്ക് എഴുതാം. ഇതായിരിക്കും ആംഗുലാർ ആക്സിലറേഷൻ അല്ലെങ്കിൽ ആൽഫ എന്ന് പറഞ്ഞ സാധനം. ഒരിക്കൽ കൂടി ഈ ക്വാണ്ടിറ്റി പറഞ്ഞു കഴിഞ്ഞാൽ 5 കാര്യങ്ങൾ നിങ്ങൾ എപ്പോഴും ഓർക്കുക കേട്ടോ. അത് ബോർഡിൽ എഴുതിയിട്ടില്ല, പക്ഷെ നിങ്ങൾ എപ്പോഴും ഓർക്കുക. എന്തൊക്കെയാണ് 5 ക്വാണ്ടിറ്റീസ്? ആദ്യം നമ്മൾ അതിന്റെ ഡെഫിനേഷൻ പറഞ്ഞു. ഡെഫിനേഷൻ പറഞ്ഞ് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഒമേഗ അല്ലെങ്കിൽ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ആംഗുലാർ വെലോസിറ്റി ഈസ് കോൾഡ് ആംഗുലാർ ആക്സിലറേഷൻ ആൽഫ. അതിനുശേഷം എന്താ എഴുതേണ്ടത്? ഇതിന്റെ എക്സ്പ്രഷൻ. അപ്പോൾ എക്സ്പ്രഷൻ നമുക്കറിയാം. ആൽഫ ഇസ് ഈക്വൽ ടു ലിമിറ്റ് ഡെൽറ്റ ടി ടെൻസ് ടു 0 ഡെൽറ്റ ഒമേഗ ഡിവൈഡഡ് ബൈ ഡെൽറ്റ ടി is equal to d omega divided by dt. അതായിരിക്കും ആംഗുലാർ ആക്സിലറേഷന്റെ എക്സ്പ്രഷൻ എന്ന് പറയുന്നത്. മൂന്നാമത്തെ ഇതിന്റെ യൂണിറ്റ് എഴുതുക. യൂണിറ്റ് എന്തായിരിക്കും? ഒരിക്കൽ കൂടി, ഈ ഡി ഒമേഗ, ഒമേഗയ്ക്ക് എസ് റൈസ് ടു -1 ആയിരുന്നു, ഡിവൈഡഡ് ബൈ എസ്. അപ്പോൾ 1/s² ആയിരിക്കും ഇതിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത്. സെക്കൻഡ് റൈസ് ടു -2 എന്ന് വേണമെങ്കിൽ എഴുതാം. പിന്നെ അപ്പോൾ മൂന്നാമത് നമ്മൾ യൂണിറ്റ് പറഞ്ഞു. നാലാമത് പറയേണ്ടത് ഇതിന്റെ ഡയമെൻഷൻ ആണ്. എന്താണ് ഡയമെൻഷൻ? യൂണിറ്റ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഡയമെൻഷൻ പറയാം. യൂണിറ്റ് 1/s² ആണ്. അപ്പോൾ ഡയമെൻഷൻ പറഞ്ഞ് 1/t² ആയിരിക്കും അല്ലെങ്കിൽ t⁻² ആയിരിക്കും. ആൻഡ് ഇത് സ്കെയിലർ ആണോ വെക്ടർ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരിക്കൽ കൂടി ഇതെല്ലാം സ്കെയിലർ ക്വാണ്ടിറ്റീസ് ആയിരിക്കും. ഓക്കെ, നമുക്ക് ഇനി നെക്സ്റ്റ് ഇതിലോട്ട് വരാം. റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ലീനിയർ ആൻഡ് ആംഗുലർ ആക്സിലറേഷൻ. ഓക്കെ, ശ്രദ്ധിക്കുക. എങ്ങനെയായിരിക്കും? നമ്മൾ പഠിച്ചത് ലീനിയർ വെലോസിറ്റിയും ആംഗുലർ വെലോസിറ്റിയും തമ്മിൽ ബന്ധിപ്പിച്ചു. ഇനി നമുക്ക് ലീനിയർ ആൻഡ് ആംഗുലർ ആക്സിലറേഷൻ തമ്മിൽ ബന്ധിപ്പിക്കേണ്ടതാണ്. എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. വി നോ ദാറ്റ് v is equal to r into omega where v is the linear velocity. ഓക്കെ, v ലീനിയർ വെലോസിറ്റി ആണെങ്കിൽ നമ്മൾ ഇപ്പോൾ ഡിറൈവ് ചെയ്തേ ഉള്ളൂ v is equal to r into omega എന്നുള്ള ഇക്വേഷൻ. അങ്ങനെയാണെങ്കിൽ ആക്സിലറേഷൻ എന്ന് പറയുന്നത് a is equal to dv by dt ആണെന്ന് നമുക്കറിയാം. വെലോസിറ്റിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നതാണ് ആക്സിലറേഷൻ എന്ന് എഴുതാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇതെന്തായിരിക്കും? d by dt ഓഫ് v നമുക്കറിയാം r ഒമേഗ ആണ്. അപ്പോൾ r into omega എന്ന് എഴുതാം. ഈ r ഒരു കോൺസ്റ്റന്റ് ആയിരിക്കും. ഒരു സർക്കിളിൽ പോകുന്ന
ഒരു ഒബ്ജക്റ്റ് ഉണ്ടെന്ന് വിചാരിക്കുക, അതിനാണ് നമ്മൾ പറയുന്നത് അപ്പോൾ അതിനുള്ള റേഡിയസ്, സർക്കിളിന്റെ റേഡിയസ് എന്ന് പറയുന്നത് മാറുന്നില്ല. അപ്പോൾ ആർ ഒരു കോൺസ്റ്റന്റ് ആണ്. അങ്ങനെയാണെങ്കിൽ ഈ ആർ ഡിഫറൻസിയേഷന്റെ പുറത്ത് വരും. അപ്പോൾ ആർ ഇൻറ്റു ഡി ഒമേഗ ഡിവൈഡ് ബൈ ഡി ടി, അല്ലെങ്കിൽ ഈ ഡി ഒമേഗ ബൈ ഡി ടി എന്ന് പറയുന്നത് നമ്മളിപ്പോൾ പറഞ്ഞതേ ഉള്ളൂ ആൽഫയാണ്. അങ്ങനെയാണെങ്കിൽ ആർ ഇൻറ്റു ആൽഫ എന്ന് എഴുതാം. അപ്പോൾ ലീനിയർ ആക്സലറേഷൻ എന്ന് പറഞ്ഞ ക്വാണ്ടിറ്റി ആംഗുലർ ആക്സലറേഷനുമായിട്ട് നമുക്ക് എഴുതണമെന്നുണ്ടെങ്കിൽ അവിടുത്തെ റേഡിയസ് ഉണ്ടെങ്കിൽ ആ റേഡിയസുമായിട്ട് ആംഗുലർ ആക്സലറേഷൻ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ലീനിയർ ആക്സലറേഷൻ കിട്ടും. ഓക്കെ, അതാണ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ലീനിയർ ആൻഡ് ആംഗുലർ ആക്സലറേഷൻ. ഇനി ലാസ്റ്റ് ടെർമിനോളജിയോട്ട് നമുക്ക് പോകാം. 6th ടെർമിനോളജി സെൻട്രിപിറ്റൽ ആക്സലറേഷൻ എന്നുള്ളത്. ശ്രദ്ധിക്കുക, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മൾ ഒരു യൂണിഫോം സർക്കുലർ മോഷൻ പറയുവാണെന്നുണ്ടെങ്കിലും, യൂണിഫോം എന്ന് നമ്മൾ പറഞ്ഞു, യൂണിഫോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ സ്പീഡ് കോൺസ്റ്റന്റ് ആണ് എന്ന് നമ്മൾ പറഞ്ഞു. പക്ഷേ സ്പീഡ് കോൺസ്റ്റന്റ് ആണെന്നുണ്ടെങ്കിലും ഈ സർക്കുലർ മോഷനിൽ പോകുന്ന ഒരു ഓബ്ജക്റ്റിന്റെ ആക്സലറേഷൻ മാറിക്കൊണ്ടിരിക്കും. എന്തുകൊണ്ട്? ശ്രദ്ധിക്കാം. ആദ്യം ഞാൻ പറയുവാണ്, ഇവിടെയാണ് ഓബ്ജക്റ്റ് ഇരുന്നത്. ഓക്കെ, ലെറ്റ്സ് സേ അത് പോയിന്റ് എ ആണെന്ന് പറയാം. ആ പോയിന്റ് എയിൽ ഇതിന്റെ വെലോസിറ്റി വെക്ടർ ഞാൻ വരച്ച് കാണിക്കാൻ പോവാണ്. എങ്ങനെയാണ് വെലോസിറ്റി വെക്ടർ വരുന്നത്? ഇങ്ങോട്ടായിരിക്കും അത് പോകുന്നത്, ആ ടാൻജന്റിലോട്ടായിരിക്കും വെലോസിറ്റി വെക്ടർ പോകുന്നത്. ഓക്കെ, അപ്പോൾ വെലോസിറ്റി വെക്ടർ ആദ്യം ഈ ഒരു ആംഗിളിലായിരുന്നു പോയത്. ഓക്കെ, രണ്ടാമത് ഞാൻ ബിയിൽ വെലോസിറ്റി വെക്ടർ കാണിക്കാം. ബിയിൽ വെലോസിറ്റി വെക്ടർ ഇങ്ങോട്ടാണ് പോകുന്നത്, താഴോട്ട്, നേരെ താഴോട്ട്. ഓക്കെ, ഇനി കുറച്ച് കഴിഞ്ഞാൽ അത് വേറൊരു പോയിന്റ് സിയിലോട്ട് പോയെന്ന് വിചാരിക്കാം. അപ്പോൾ സിയിൽ പോകുമ്പോൾ ഇങ്ങോട്ടായിരിക്കും ഇതിൻ്റെ വെലോസിറ്റി വെക്ടർ വരുന്നത്. അപ്പോൾ ശ്രദ്ധിക്കുക, ആദ്യം ഇങ്ങനെ ഉണ്ടായിരുന്ന ഒരു വെലോസിറ്റി വെക്ടർ ആയിരുന്നു, പിന്നെ ആ വെലോസിറ്റി വെക്ടറുടെ ഡയറക്ഷൻ മാറി, പിന്നെ വീണ്ടും വെലോസിറ്റി വെക്ടറുടെ ഡയറക്ഷൻ മാറി. അപ്പോൾ യൂണിഫോം സർക്കുലർ മോഷനിൽ പോകുമ്പോൾ വെലോസിറ്റിയുടെ ഡയറക്ഷൻ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. ശരിയാണോ? ശ്രദ്ധിച്ചു നോക്കാം. ഓരോ പോയിന്റിലെയും ടാൻജന്റ് ആയിരിക്കും. ഈ പോയിന്റ് എടുത്തു കഴിഞ്ഞാൽ ഈ പോയിന്റിൽ വരയ്ക്കുന്ന ടാൻജന്റിലായിരിക്കും അതിന്റെ വെലോസിറ്റി വെക്ടർ വരുന്നത്. ഈ പോയിന്റ് എടുത്തു കഴിഞ്ഞാൽ ആ പോയിന്റിൽ വരയ്ക്കുന്ന ടാൻജന്റിലായിരിക്കും അതിന്റെ വെലോസിറ്റി വെക്ടർ വരുന്നത്. ഈ പോയിന്റ് എടുത്തു കഴിഞ്ഞാൽ ഈ പോയിന്റിൽ വരയ്ക്കുന്ന ടാൻജന്റിലായിരിക്കും ഇതിന്റെ വെലോസിറ്റി വെക്ടർ വരുന്നത്. അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക, സ്പീഡ് കോൺസ്റ്റന്റ് ആണ്, അത് പോകുന്ന എമൗണ്ട് ഓഫ് ഡിസ്റ്റൻസ് കോൺസ്റ്റന്റ് ആണെന്ന് പറഞ്ഞാൽ, അത് പോകുന്ന നീളം കോൺസ്റ്റന്റ് ആണെന്ന് പറഞ്ഞുകൊണ്ട് മാത്രം വെലോസിറ്റി കോൺസ്റ്റന്റ് ആവുന്നില്ല. കാരണം എന്താ? വെലോസിറ്റിക്ക് ഡയറക്ഷനും ഇമ്പോർട്ടൻ്റ് ആണ്. വെലോസിറ്റി ഒരു വെക്റ്റർ ക്വാണ്ടിറ്റി ആണ്. അപ്പോൾ ഡയറക്ഷൻ മാറുന്നത് കാരണം ഇതിൻ്റെ വെലോസിറ്റി എപ്പോഴും ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുകയാണ്, ഈവൻ ദോ സ്പീഡ് കോൺസ്റ്റന്റ് ആണെന്നുണ്ടെങ്കിൽ. അതായത് ഈ പോകുന്ന ദൂരം കോൺസ്റ്റന്റ് ആണെന്നുണ്ടെങ്കിലും ഇതിൻ്റെ വെലോസിറ്റി കോൺസ്റ്റന്റ് ആവുന്നില്ല. അപ്പോൾ വെൻ എ ബോഡി ഈസ് ഇൻ എ സർക്കുലർ പാത്ത്, ഇറ്റ്സ് വെലോസിറ്റി ചേഞ്ചസ് അറ്റ് എവറി പോയിന്റ്. ഓക്കെ, ആൻഡ് ഹെൻസ് ഇറ്റ് എക്സ്പീരിയൻസസ് ആൻ ആക്സലറേഷൻ. അങ്ങനെ ചേഞ്ച് ഇൻ വെലോസിറ്റി ഉണ്ടെങ്കിൽ അവിടെ ഒരു ആക്സലറേഷൻ ഉണ്ടാവും. ഓക്കെ, എന്തുകൊണ്ടാണ്? വെലോസിറ്റിയുടെ ഡയറക്ഷൻ മാറിക്കൊണ്ടിരിക്കുകയാണ്, ഓരോ പോയിന്റിലും ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ്, കറങ്ങി വരുമ്പോൾ ഓരോ പോയിന്റിലും മാറിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ അതിന് ഒരു ആക്സലറേഷൻ ഉണ്ട്. അങ്ങനത്തെ ആക്സലറേഷനാണ് നമ്മൾ സെൻട്രിപീറ്റൽ ആക്സലറേഷൻ എന്ന് പറയുന്നത്. ഇനി ശ്രദ്ധിക്കാം, ഞാൻ ഈ പടം ഒന്നുകൂടെ ഞാൻ ഇവിടെ വരച്ച് കാണിക്കാൻ പോവാണ്. ആദ്യം ഞാൻ പറഞ്ഞു ഈ എ എന്ന് പറഞ്ഞ പോയിന്റിൽ ഇങ്ങനെയായിരുന്നു, ഇതാണ് പോയിന്റ് എ എന്ന് വിചാരിക്കുക. ആ എയിൽ നിന്നും ഇങ്ങനെയായിരുന്നു ആ വെക്ടർ പോയത്. ബിയിലോട്ട് എത്തിയപ്പോൾ ഇങ്ങോട്ടായി, താഴോട്ടായി. ഓക്കെ, അതായത് ഇങ്ങനെ ഉള്ളവനെ പിടിച്ച് വലിച്ച് ഇങ്ങോട്ടാക്കി. എങ്ങോട്ടാണ് പിടിച്ച് വലിച്ചത്? ഇങ്ങോട്ടാണ് പിടിച്ച് വലിച്ചത്, അതുകൊണ്ടാണ് ഇത് ഇങ്ങോട്ടാവുന്നത്. അടുത്തത് ഇങ്ങനെ ഇരുന്ന്, ഇത് ബിയിലായിരുന്നു, ബിയിൽ ഇങ്ങനെ ഇരുന്നവനെ അടുത്ത സിയിലെത്തുമ്പോൾ അവൻ്റെ ആക്സലറേഷൻ ഇങ്ങോട്ടായി, വെലോസിറ്റി ഇങ്ങോട്ടായി. അപ്പോൾ ഇങ്ങനെ ഇരുന്നവനെ വീണ്ടും വലിച്ച് ഇങ്ങോട്ടാക്കി. എങ്ങോട്ടാണ് വലിച്ചത്? ഇങ്ങോട്ടാണ് വലിച്ചത്. അപ്പോൾ ഏതൊരു ഇൻസ്റ്റന്റിൽ നോക്കിക്കഴിഞ്ഞാലും ആ വെലോസിറ്റി വെക്ടർ സെൻറ്ററിലോട്ട് പിടിച്ച് വലിക്കപ്പെടുവാണ്. ഓക്കെ, ശ്രദ്ധിക്കുക, എയിലായിരുന്നപ്പോൾ ഇങ്ങനെ ഇരുന്ന വെലോസിറ്റി വെക്ടർ സെൻറ്ററിലോട്ട് വലിച്ച് ബിയിലായപ്പോൾ ഇങ്ങനെയായി, വീണ്ടും ബിയിലായിരുന്നതിനെ സെൻറ്ററിലോട്ട് വലിച്ച് സിയിലായപ്പോൾ ഇങ്ങനെ. ഇനി സിയിലായിരുന്ന ഇങ്ങനെ അടുത്ത് ഈ പോയിന്റ് ഡി ആണെന്ന് വിചാരിക്കുക. ആ പോയിന്റിൽ എത്തിയപ്പോൾ ഇവിടെ നമ്മൾ വരച്ചു. എങ്ങോട്ടാണ് വരച്ചത്? ഇങ്ങോട്ടാണ്. ഒരിക്കൽ കൂടി ഇവനെ സെൻറ്ററിലോട്ട് പിടിച്ച് വലിച്ചുകൊണ്ടാണ് ഇങ്ങനെ ഇരുന്നവൻ ഇങ്ങനെയായി. ഓക്കെ, അപ്പോൾ സർക്കുലാർ മോഷനിൽ പോകുമ്പോൾ ആ വെലോസിറ്റി മാറുന്ന എങ്ങോട്ടാണ്? സെൻറ്ററിലോട്ട് അത് മാറിക്കൊണ്ടിരിക്കുകയാണ്, സെൻറ്ററിലോട്ട് പിടിച്ച് വലിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ടാണ് സെൻട്രിപിറ്റൽ ആക്സലറേഷൻ ഉണ്ടാകുന്നത്. അപ്പോൾ സെൻട്രിപിറ്റൽ ആക്സലറേഷൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് ടുവേർഡ്സ് ദ സെൻറ്റർ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ദ ഡയറക്ഷൻ ഓഫ് ദിസ് ആക്സലറേഷൻ അല്ലെങ്കിൽ ദിസ് സെൻട്രിപിറ്റൽ ആക്സലറേഷൻ ഈസ് ടുവേർഡ്സ് ദ സെൻറ്റർ ആൻഡ് ഹെൻസ് ദ നെയിം സെൻട്രിപിറ്റൽ ആക്സലറേഷൻ. അങ്ങനെ സെൻട്രലോട്ട് പിടിച്ച് വലിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ആ കിട്ടുന്ന ആക്സലറേഷനെ നമ്മൾ സെൻട്രിപീറ്റൽ ആക്സലറേഷൻ എന്ന് പറയുന്നു. ഇനി ശ്രദ്ധിക്കുക, ഫോർ യൂണിഫോം സർക്കുലർ മോഷൻ ഈ സെൻട്രിപീറ്റൽ ആക്സലറേഷൻ നമുക്ക് പറയാൻ വേണ്ടിയിട്ട് നമുക്കൊരു ഇക്വേഷൻ ഉണ്ട്, v²/r ആയിരിക്കും. ഇത് എങ്ങനെ കിട്ടി എന്നുള്ളത് നിങ്ങൾ ചാപ്റ്റർ നമ്പർ 7-ൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നതായിരിക്കും. ഇപ്പോഴത്തേക്ക് ഇത്രയും ഓർത്താൽ മതി, v²/r ആയിരിക്കും ആ സെൻട്രിപീറ്റൽ ആക്സലറേഷന്റെ വാല്യൂ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം, എന്തറിയാം? ഈ v എന്ന് പറയുന്നത് r⍵ ആണെന്നറിയാം.
അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതെന്തായി r² ω² ഡിവൈഡഡ് ബൈ r എന്ന് പറഞ്ഞാൽ r ω² എന്ന് വേണമെങ്കിലും ഇതിനെ എഴുതാം. ഓക്കെ, അപ്പോൾ എന്താണ് സെൻട്രിപിറ്റൽ ആക്സലറേഷൻ? ഒരു ബോഡി സർക്കുലർ മോഷനിൽ പോകുമ്പോൾ അതിന് സ്പീഡ് കോൺസ്റ്റന്റ് ആണെന്നുണ്ടെങ്കിലും, അത് പോകുന്ന ദൂരം ഓരോ സെക്കൻഡിലും കോൺസ്റ്റന്റ് ആണെന്നുണ്ടെങ്കിലും അതിന്റെ വെലോസിറ്റി കോൺസ്റ്റന്റ് ആവുന്നില്ല. കാരണം എന്താ? ഓരോ സെക്കൻഡിലും ഡയറക്ഷൻ മാറിക്കൊണ്ടിരിക്കുകയാണ്. എങ്ങനെയാണ് മാറുന്നത്? സെൻട്രലിലോട്ട് പിടിച്ച് വലിച്ച് ആക്കുന്ന പോലെയാണ് അത് മാറുന്നത്. ഓക്കെ, അതുകൊണ്ടാണ് നിങ്ങൾ ഒരു കല്ലിനെ കയറ് കെട്ടി കറക്കുവാണെന്ന് വിചാരിക്കുക, നിങ്ങളുടെ കയ്യിൽ ഒരു വലിവ് അനുഭവപ്പെടുന്നത് അതുകൊണ്ടാണ്. കാരണം നിങ്ങൾ പിടിച്ച് വലിച്ചുകൊണ്ടിരിക്കുകയാണ് അതിനെ സെൻട്രൽ, അതുകൊണ്ടാണ് നിങ്ങൾക്ക് ആ വലിവ് അനുഭവപ്പെടുന്നത്. അപ്പോൾ അങ്ങനെ സെൻട്രലിലോട്ട് പിടിച്ച് വലിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ അതിന് ഒരു ആക്സലറേഷൻ ഉണ്ടാകുന്നു. എന്തുകൊണ്ടാണ്? അങ്ങനെ വെലോസിറ്റിയുടെ ഡയറക്ഷൻ ചേഞ്ച് ആവുന്നു. ചേഞ്ച് ഇൻ വെലോസിറ്റി ഉണ്ടെങ്കിൽ അവിടെ ഒരു ആക്സലറേഷൻ ഉണ്ട്. ആ ആക്സലറേഷൻ നമ്മൾ സെൻട്രിപിറ്റൽ ആക്സലറേഷൻ എന്ന് പറയും. അതിന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് ടുവേർഡ്സ് സെൻറ്റർ ആണ്. അതുകൊണ്ടാണ് അതിന്റെ പേര് സെൻട്രിപിറ്റൽ ആക്സലറേഷൻ എന്നായത്. ഫോർ യൂണിഫോം സർക്കുലർ മോഷൻ ആ ആക്സലറേഷന്റെ വാല്യൂ എന്ന് പറയുന്നത് v² ഡിവൈഡഡ് ബൈ r ആണ്. എങ്ങനെ കിട്ടിയെന്നുള്ളത് നമുക്ക് പിന്നെ പഠിക്കാം. v² ഡിവൈഡഡ് ബൈ r എന്ന് എഴുതാം, അല്ലെങ്കിൽ v r ഒമേഗ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ r ω² എന്ന് വേണമെങ്കിലും നമുക്ക് എഴുതാം. അപ്പോൾ ഇന്ന് ഇത്രയും കാര്യങ്ങളാണ് പഠിച്ചത്. ആദ്യം നമ്മൾ ആംഗുലർ ഡിസ്പ്ലേസ്മെന്റ് എന്താണെന്ന് പറഞ്ഞു, തീറ്റയാണ്, ആംഗിൾ ആണ്, എത്ര ആംഗിൾ കവർ ചെയ്തു എന്നുള്ളത്. രണ്ടാമത് ആംഗുലർ വെലോസിറ്റി ആണ്, ഈ ഡിസ്പ്ലേസ്മെന്റ് ഡിവൈഡഡ് ബൈ ചേഞ്ച് ഇൻ ടൈം. അതിനെ തന്നെയാണ് നമ്മൾ ആംഗുലർ വെലോസിറ്റി എന്ന് പറയുന്നത്. ടൈം പീരീഡ് എന്താണ് പറയുന്നത്? ടൈം പീരീഡ് എന്ന് പറയുന്നത് ഒരു റെവല്യൂഷൻ ചെയ്യാൻ എത്ര സമയം എടുത്തു. ഒരു ഉറുമ്പുണ്ട്, ആ ഉറുമ്പിന് 20 സെക്കൻഡ് എടുത്തു ഒരു പ്രാവശ്യം കറങ്ങി വരാമെന്ന് പറഞ്ഞാൽ അതിന് ടൈം പീരീഡ് 20 ആയിരിക്കും. നെക്സ്റ്റ് നമ്മൾ ഫ്രീക്വൻസി പറഞ്ഞു, 1 സെക്കൻഡ് കൊണ്ട് എത്ര പ്രാവശ്യം കറങ്ങുന്നു. വേറൊരു ഉറുമ്പുണ്ട്, അതിന് 1/2 സെക്കൻഡ് മതി ഒരു പ്രാവശ്യം ചുറ്റാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഫ്രീക്വൻസി പറഞ്ഞു 1 സെക്കൻഡിൽ അതിന് 2 പ്രാവശ്യം പറ്റും. അപ്പോൾ അതിന്റെ ഫ്രീക്വൻസി 2 ആയിരിക്കും. പിന്നെ നമ്മൾ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ലീനിയർ ആൻഡ് ആംഗുലർ വെലോസിറ്റി പറഞ്ഞു, v = r ഒമേഗ ആണ്. എപ്പോഴും വെലോസിറ്റി കണ്ടുപിടിക്കണം, ലീനിയർ വെലോസിറ്റി കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് r ഒമേഗ ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ലീനിയർ വെലോസിറ്റി കിട്ടുന്നതായിരിക്കും. പിന്നെ നമ്മൾ ആംഗുലർ ആക്സലറേഷൻ പറഞ്ഞു, d ω ഡിവൈഡഡ് ബൈ dt ആണ് ആൽഫ എന്ന് പറയുന്നത്. അതിനുശേഷം റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ആംഗുലർ ആൻഡ് ലീനിയർ ആക്സലറേഷൻ നമ്മൾ പറഞ്ഞു, a = r × ആൽഫ എന്ന് പറഞ്ഞു. ആൻഡ് ദെൻ സെൻട്രിപിറ്റൽ ആക്സലറേഷനെ കുറിച്ച് നമ്മൾ പറഞ്ഞായിരുന്നു. സെൻട്രിപിറ്റൽ ആക്സലറേഷന്റെ വാല്യൂ എന്ന് പറയുന്നത് a = v² ഡിവൈഡഡ് ബൈ r അല്ലെങ്കിൽ r ω². അങ്ങനെയാണെങ്കിൽ നമുക്കൊരു ചോദ്യം ചെയ്ത് നോക്കാം. A 10 kg ball moves in a circle of radius 0.2 meter. ഓക്കെ, ഒരു 10 കിലോ ഉള്ള ഒരു ബോളാണ്. ദെൻ അതിന്റെ സർക്കിളിലെ റേഡിയസ് എന്ന് പറയുന്നത് 0.2 മീറ്റർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. മേക്കിംഗ് 1000 revolutions per minute. ഒരു മിനിറ്റിൽ 1000 പ്രാവശ്യം അത് ചുറ്റി. ഫ്രീക്വൻസി ആണ് തന്നിട്ടുള്ളത് അല്ലേ, ഒരു മിനിറ്റിൽ എത്ര പ്രാവശ്യം ചുറ്റി എന്നുള്ളത്. അപ്പോൾ ഫ്രീക്വൻസി 1000 ആണെന്ന് തന്നിട്ടുണ്ട്. ഫ്രീക്വൻസിയുടെ യൂണിറ്റ് എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ (10⁻⁻1) എന്ന് പറഞ്ഞു. അതേപോലെ മറ്റൊരു യൂണിറ്റ് കൂടെ ഉണ്ട്, ഹേർട്സ് എന്ന് പറയും. ഈ ഹേർട്സും (10⁻⁻1) സെയിം തന്നെയാണ്. കാൽക്കുലേറ്റ് ലീനിയർ വെലോസിറ്റി ആൻഡ് സെൻട്രിപിറ്റൽ ആക്സലറേഷൻ. എത്രയാണ് ലീനിയർ വെലോസിറ്റിയും സെൻട്രിപിറ്റൽ ആക്സലറേഷൻ എന്നുള്ളതാണ് ചോദ്യം. ലീനിയർ വെലോസിറ്റി കണ്ടുപിടിക്കാൻ നമുക്കറിയാം, റേഡിയസ് തന്നിട്ടുണ്ട്, എത്രയാണ് ഫ്രീക്വൻസി എന്ന് തന്നിട്ടുണ്ട്. ഫ്രീക്വൻസി തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒമേഗ കണ്ടുപിടിക്കാൻ പറ്റും, 2πf ആണ് ഒമേഗ. അങ്ങനെയാണെങ്കിൽ ആ ഒമേഗ കണ്ടുപിടിച്ചിട്ട് r × ഒമേഗ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വെലോസിറ്റി കിട്ടും. നെക്സ്റ്റ് സെൻട്രിപിറ്റൽ ആക്സലറേഷൻ പറഞ്ഞിട്ടുണ്ട്, അതിന് ഈ r × ω² ചെയ്താൽ മതി. നിങ്ങളൊന്ന് സ്വന്തമായിട്ട് ചെയ്ത് നോക്കുക. അതേപോലെ വീഡിയോ പോസ് ചെയ്തിട്ട് ഈ ബോർഡിലുള്ള കാര്യങ്ങൾ നോട്ട്സ് ആയിട്ട് എഴുതിയെടുക്കാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ മാത്രം ഞാനൊന്ന് ചെയ്ത് കാണിക്കാം, നിങ്ങൾ എൻ്റെ കൂടെ ഫോളോ എല്ലാം ചെയ്യണം. ഓൾറൈറ്റ്, നിങ്ങൾ ചെയ്തു എന്ന് പ്രതീക്ഷിക്കുന്നു. ഞാനൊന്ന് ചെയ്ത് കാണിച്ചു തരാം. കിട്ടാത്ത പിള്ളേർ ദയവേത് ഒന്ന് ഫോളോ എല്ലാം ചെയ്യുക. നമുക്ക് എന്തൊക്കെയാണ് തന്നിട്ടുള്ളത്? ആദ്യം ഇതിന്റെ സർക്കിളിന്റെ റേഡിയസ് തന്നിട്ടുണ്ട്, r തന്നിട്ടുണ്ട്, 0.2 മീറ്റർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഡയമീറ്റർ തന്നു കഴിഞ്ഞാൽ ഡിവൈഡഡ് ബൈ 2 എടുത്താൽ മതി, നമുക്ക് റേഡിയസ് കിട്ടും. ഓക്കെ, മേക്കിംഗ് 1000 revolutions per minute. f = 1000 revolutions per minute ആണ് തന്നിട്ടുള്ളത്. നമുക്ക് പെർ സെക്കൻഡ് ആണ് വേണ്ടത്. അപ്പോൾ 1000 ഡിവൈഡഡ് ബൈ 60 ആണ് നമുക്ക് ചെയ്യേണ്ടത്. ഇത്രയും പെർ സെക്കൻഡ് ആയിരിക്കും, അല്ലെങ്കിൽ ഹേർട്സ് ആയിരിക്കും. ഹേർട്സ് അല്ലെങ്കിൽ പെർ സെക്കൻഡ് എന്ന് എഴുതിയാലും (10⁻⁻1) എന്ന് എഴുതിയാലും സെയിം തന്നെയാണ്. നമുക്കപ്പോൾ കിട്ടേണ്ടത് എന്തൊക്കെയാണ്? ആദ്യം ലീനിയർ വെലോസിറ്റി കിട്ടണം. ലീനിയർ വെലോസിറ്റി കിട്ടാൻ നമുക്ക് ആദ്യം ഒമേഗ കിട്ടണം. ഒമേഗ എന്ന് പറയുന്നത് 2π × f ആണ്. എന്ന് പറഞ്ഞാൽ 2π × 1000 ഡിവൈഡഡ് ബൈ 60 ആയിരിക്കും. ഓക്കെ, ദെൻ നമുക്ക് കിട്ടേണ്ടത് വെലോസിറ്റി ആണ്. ലീനിയർ വെലോസിറ്റി എന്ന് പറയുന്നത് r × ഒമേഗ ആണ്. എന്ന് പറഞ്ഞാൽ 2π × ഈ കിട്ടിയ 1000 ഡിവൈഡഡ് ബൈ 60 × 0.2. ഇത്രയും ആയിരിക്കും ലീനിയർ വെലോസിറ്റി. ആൻഡ് സെൻട്രിപിറ്റൽ ആക്സലറേഷൻ ചോദിച്ചിട്ടുണ്ട്. സെൻട്രിപിറ്റൽ ആക്സലറേഷൻ എന്ന് പറയുന്നത് r ω² ആണ്. എന്ന് പറഞ്ഞാൽ 0.2 × ഈ കിട്ടിയ 2π × 1000 ഡിവൈഡഡ് ബൈ 60 the whole square ആയിരിക്കും.
ഇതൊന്ന് കാൽക്കുലേറ്റർ ചെയ്ത് നോക്കുക. ഇത് m/s² ആണ്, ഇത് m/s ആണ്. യൂണിറ്റ്സ് എഴുതാൻ മറക്കരുത്. ഇത്രയായിരിക്കും ഇതിൻ്റെ ആൻസേഴ്സ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു. ഈ ചാപ്റ്റർ ഇതോടെ തീരുവാണ്. നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും, ഈ കഴിഞ്ഞ 7 സെഷനിൽ എന്ത് ഡൗട്ട് നിങ്ങൾക്ക് ഉണ്ടെങ്കിലും അതാത് വീഡിയോയിൽ കമൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഈ വീഡിയോയിൽ കമൻറ്റ് ചെയ്യുക, എവിടെയെങ്കിലും കമൻറ്റ് ചെയ്യുക. ഞാൻ എല്ലാ കമൻസും വായിക്കുന്നതായിരിക്കും, നിങ്ങൾക്ക് ആൻസേഴ്സ് ചെയ്യാൻ ശ്രമിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ചാപ്റ്റർ നെക്സ്റ്റ് ക്ലാസ്സിൽ തുടങ്ങുന്നതായിരിക്കും. നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം.